ഹലോ, വെൽക്കം ടു ഫുഡ് സ്റ്റോറീസ്. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കറിവേപ്പില ചിക്കനാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 1 കപ്പ് അളവിൽ കറിവേപ്പില ചേർത്തിട്ട് ഓയിലൊന്നും ചേർക്കാതെ നമുക്കതിനൊന്ന് ഡ്രൈ ആക്കി എടുക്കാം. നല്ല രീതിയിൽ ഡ്രൈ ആയി വന്നാൽ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഇതിനൊരു ഫൈൻ പൗഡർ ആക്കിയിട്ട് ഒന്ന് മാറ്റി വെക്കാം. ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് അല്പം കറിവേപ്പില ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി, 2 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. 1-2 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ഒരു മീഡിയം സൈസുള്ള സവാള ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. സവാള ഒന്ന് വാടി വരുന്ന സമയത്ത് ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല ഇവയെല്ലാം ചേർത്തിട്ട് മസാലയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുള്ള 250 ഗ്രാം ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു മീഡിയം സൈസുള്ള സവാള ചെറുതായി അരിഞ്ഞതും 1 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിനൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഏകദേശം ഒരു 5 മിനിറ്റ് കഴിയുന്ന സമയത്ത് നമ്മളിതൊന്ന് തുറന്ന് നോക്കണം. ചിക്കന് വേവുന്നത് വരെ നമുക്കിതിനൊന്ന് അടച്ചു വെച്ച് വേവിക്കേണ്ടതുണ്ട്. ഒരു 10-20 മിനിറ്റ് ആയപ്പോഴേക്കും നമ്മുടെ ചിക്കനൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിൽ വെള്ളമൊക്കെ ഒന്ന് വറ്റിപ്പോവാൻ വേണ്ടിയിട്ട് നമുക്കിതിനൊന്ന് തുറന്ന് വെച്ചിട്ട് വേവിക്കാം. 1-2 മിനിറ്റിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു കറിവേപ്പിലയുടെ മിക്സ് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ശേഷം നമ്മളിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ സമയത്ത് ഉപ്പ് നോക്കണം. ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ നമ്മൾ കുറച്ചൊന്ന് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റുന്നത് വരെ നമുക്കിതിനൊന്ന് തുറന്ന് വെച്ച് വേവിച്ചാൽ നമ്മുടെ കറിവേപ്പില ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല കിടിലൻ ടേസ്റ്റാണ്. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.